ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോഴ്സ് കോഡ് എന്ന ട്വിസ്റ്റ് നിറഞ്ഞ അടിപൊളി ത്രില്ലർ മൂവിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമ്മുടെ ചാനൽ മൂവി ഡോസ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ ഒരു ട്രെയിനിൽ നമ്മുടെ ഹീറോ ഉറങ്ങിക്കൊണ്ടു പോകുന്നതായി കാണിക്കുന്നു. ഉണർന്ന് ഞാൻ എവിടെയാണുള്ളത് എന്ന് എതിരെ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു. അവളാണെങ്കിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ അവനോട് സംസാരിക്കുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ ആരാ, ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കുന്നു. ഒരു ലേഡി നടന്നു പോകുന്നു. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സോഡ ഹീറോയുടെ ഷൂയിലേക്ക് വീഴുന്നു. എതിരെയുള്ള പെൺകൊച്ചിന് കോള് വന്നുകൊണ്ടിരിക്കുന്നു. പഴയ ബോയ് ഫ്രണ്ട്, അവനും എനിക്കും സെറ്റ് ആവില്ല എന്നൊക്കെ പറയുന്നു. ഇവളാണ് നമ്മുടെ ഹീറോയിൻ. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോ വാച്ച് ചെയ്യുന്നു. ടിക്കറ്റ് ചെക്ക് ചെയ്യാനായി ചെക്കർ വരുന്നു. ഹീറോ ടിക്കറ്റ് എവിടെ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹീറോയിൻ വേഗം അവന്റെ പോക്കറ്റിൽ കൈയിട്ട് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു. ഇവൻ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണോ എന്ന് നമ്മൾക്ക് തന്നെ സംശയം തോന്നുന്നില്ലേ? ഇപ്പോൾ അവൻ പറയുന്നു, ഞാനൊരു ആർമിക്കാരനാണ്. ലാസ്റ്റ് ടൈം അഫ്ഗാനിസ്ഥാനിൽ ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മയങ്ങിയതുപോലെ ഓർമ്മ. പിന്നെ എങ്ങനെ ഈ ട്രെയിനിൽ നിന്ന് ഉണർന്നു എന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാൽ ഹീറോയിൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. ചുറ്റിലും നോക്കുമ്പോൾ അവിടെ ഒരു ബാഗ്, എന്തോ എഴുതി വെച്ചിരിക്കുന്നു. ഗവൺമെന്റ് ലോഗോ പോലെയുണ്ട്. അടുത്ത സ്റ്റേഷനിലെത്തി ഇറങ്ങുന്നു. അവിടെ ഒരാളുടെ പേഴ്സ് താഴെ വീഴുന്നു. ഒരു പയ്യൻ എടുത്തു കൊടുക്കുന്നു. താങ്ക്സ് പറയുന്നു. അവൻ അവന്റെ സൈക്കിളിൽ പോകുന്നു. ഹീറോ, നമ്മൾ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് പറയുമ്പോൾ ചിക്കാഗോയിലാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാനിൽ മയങ്ങി ഞാനെങ്ങനെ ചിക്കാഗോയിലെത്തി? ഒന്നും ഇവന് മനസ്സിലാവുന്നില്ല. ഹീറോയുടെ പേര് മാറ്റി വിളിക്കുന്നു ഹീറോയിൻ. ഇവരെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ ട്രെയിനിന് എതിരെ വേറൊരു പാളത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ കറക്റ്റായി ക്രോസ് ചെയ്യുന്ന ആ സമയം, ആ നേരത്ത് ബോംബ് സ്ഫോടനം നടക്കുന്നു. ഹീറോയിൻ, ട്രെയിനിലുണ്ടായിരുന്നവർ, എതിരെ വന്ന ട്രെയിനിലുണ്ടായിരുന്നവർ എല്ലാവരും മരിച്ചു പോകുന്നു. അവിടെ സീൻ കട്ടാവുന്നു. വീണ്ടും ഹീറോ ഉണരുന്നു. ഒരു ഗുഹ പോലെയുണ്ട്. തലവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ മിലിറ്ററി ലേഡി ഇവനോട് സംസാരിക്കുന്നു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു, ഒരു മിഷനിൽ ഉണ്ടായിരുന്നു, ഹെലികോപ്റ്ററിൽ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു ട്രെയിനിൽ എത്തി. ട്രെയിനിൽ നിന്ന് ഞാൻ ഇവിടെ എങ്ങനെ എത്തി? എന്റെ പേരെന്താണ്? എന്നെ ആരോ മറ്റൊരു പേര് വിളിക്കുന്നു. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മിലിറ്ററി ലേഡി ഇവന്റെ സംശയങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ മോണിറ്ററിൽ 4-5 കാർഡ് കാണിച്ച് ഈ ഓർഡർ തിരിച്ചു പറയ് എന്ന് പറയുന്നു. അന്യൻ മൂവിയിൽ മാറി മാറി ക്യാരക്ടർ വരുന്നത് പോലെ ഹീറോയുടെ മൈൻഡ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ എന്തോ മോണിറ്ററിൽ ചെയ്തു വെച്ചതുപോലെ ആ കാർഡ് കാണിച്ചതും ഇവൻ അതിനുള്ള ഉത്തരം പെട്ടെന്ന് പറയുന്നു. വീണ്ടും നീ ആ ട്രെയിനിൽ ഉണരാൻ പോകുന്നു. നീ ഉണർന്ന് 8 മിനിറ്റിൽ ട്രെയിനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവും. അതാരാണ് വെച്ചത്, അതെവിടെ, എങ്ങനെ വെച്ചു എന്ന് നീ കണ്ടുപിടിക്കണം. ഇതാണ് നിന്റെ മിഷൻ എന്ന് പറഞ്ഞ് അയച്ചുവിടുന്നു. വീണ്ടും ട്രെയിനിൽ ഉണരുന്നു. അതേപോലെ എതിരെ ആ ലേഡി. ഒരു ലേഡി പോകുമ്പോൾ ഷൂവിൽ സോഡ ഒഴിക്കുമല്ലോ. ഹീറോയിൻ ഇത്തവണ ഒരു ടിഷ്യൂ എടുത്ത് അത് ക്ലീൻ ചെയ്യുന്നു. മുൻപുള്ള അതേ കാര്യങ്ങൾ തന്നെ, എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നു. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ബാത്റൂമിലേക്ക് ഓടുന്നു. അവിടെ അവൻ സംശയിച്ച പോലെ തന്നെ ആ സീലിംഗിനു മേലെയായി ബോംബ്. അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നാൽ മുൻപ് ബോംബ് പൊട്ടി തീ ആ ദിശയിൽ നിന്നായിരുന്നു. ബോംബിന്റെ ഒരു സൈഡ് ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്നു. മിലിറ്ററി ലേഡി ഉണ്ടാവില്ലേ, അവരോട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഞാൻ ബോംബ് കണ്ടുപിടിച്ചു, അത് റിമൂവ് ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നേരിട്ട് സംസാരിക്കുന്നത് പോലെ ഹീറോ സംസാരിക്കുന്നു. ഒരു റിപ്ലൈയും ഇല്ല. അവിടെ ആരെയും സംശയിക്കണം, ആരോട് ചോദിക്കണം എന്നൊന്നും അറിയുന്നുമില്ല. എന്നാൽ ഒരു ഫോൺ കോൾ ചെയ്താണ് ആ ബോംബ് പൊട്ടിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ ആരും ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തടുക്കാൻ നോക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ആ ബോംബ് പൊട്ടി എല്ലാവരും മരിക്കുന്നു. വീണ്ടും ഹീറോ എവിടെയോ ഉണരുന്നു. എന്റെ യൂണിറ്റ് എവിടെ, എന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ എന്ന് ഹീറോ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നു. എനിക്ക് നീ ഉത്തരം നൽകിയാവണം എന്ന് പറയുമ്പോൾ ആ മിലിറ്ററി ലേഡി അവൾക്ക് മുകളിലുള്ള ബോസിനെ കോൾ ചെയ്ത് അവൻ എന്തെങ്കിലും സംതിങ് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ നമ്മൾക്ക് കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലിമിറ്റഡ് ഇൻഫർമേഷൻ കൊടുത്താൽ മതി എന്ന് തിരിച്ച് ബോസ് പറയുന്നു. ഇന്ന് കറക്റ്റ് രാവിലെ 7:48 2 ട്രെയിൻ എതിരെ ഒരുമിച്ച് ക്രോസ് ചെയ്യുന്ന സമയം ബോംബ് പൊട്ടി അതിലെല്ലാവരും മരിക്കാൻ പോകുന്നു. ആ ട്രെയിനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാൻ അതേ ട്രെയിനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ എന്തോ മുൻപേ നടന്നു കഴിഞ്ഞതുപോലെ ചോദിക്കുന്നു എന്ന് ഹീറോ ചോദിക്കെ ആ ട്രെയിനിൽ ഷാൻ എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. ആ സ്ഫോടനത്തിൽ മരിച്ചുപോയി. അങ്ങനെ മരിച്ച ആളുടെ തലച്ചോറിനെ നിങ്ങളുടെ തലച്ചോറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആ ബോംബ് എവിടെയാണുള്ളത്, ആരാണ് വെച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കണം എന്ന് മിലിറ്ററി ലേഡി പറയുന്നു. നടക്കാൻ പോകുന്ന ഒരുപാട് സ്ഫോടനങ്ങളുടെ തുടക്കം മാത്രമാണ്
സമയമാണ് ഇത്. തുടർച്ചയായി ഒരുപാട് ആപത്ത് നടക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ അടുത്തത് നമ്മൾക്ക് തടയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചാവണം. ഹീറോയ്ക്ക് ഒരുവിധം ഇൻഫർമേഷൻ കിട്ടി. തിരിച്ച് ഹീറോ പറയാൻ തുടങ്ങുന്നു, ബാത്റൂമിന് മുകളിൽ സീലിംഗിലായിട്ടാണ് ആ ബോംബുള്ളത്. ഒരു മൊബൈലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ആരെങ്കിലും ഒരാൾ കോൾ ചെയ്ത് മാത്രമേ ആ ബോംബ് പൊട്ടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ചെക്ക് ചെയ്തു. ആ സമയം 1812 ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഇവരുടെ ഫോൺ കോൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ഏരിയ മാത്രമുള്ള ടവർ കോൾ ചെക്ക് ചെയ്താൽ 52 കോള് വന്നിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും തന്നെയായിരിക്കും. അതും എതിരെ വരുന്ന ട്രെയിനിന്റെ ആ ക്രോസ് ചെയ്യുന്ന കറക്റ്റ് സമയത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ആരെങ്കിലും കയ്യിൽ ഫോൺ വെച്ച് സംശയം തോന്നുന്ന രീതിയിൽ കണ്ടാൽ ചോദ്യം ചെയ്യേ, ആരെ വേണമെങ്കിലും കൊല്ലാം, എന്തും ചെയ്യാം എന്ന് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, എന്റെ അച്ഛനെങ്കിലും അറിയുമോ ഞാൻ ഈ മിഷനിൽ ഉള്ളതായി എന്ന് ചോദിക്കുമ്പോഴേക്കും വീണ്ടും ആ ട്രെയിനിൽ ഉണരുന്നു. വീണ്ടും അതേപോലെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നു. വേഗത്തിൽ ഹീറോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഹീറോയിനിയോട് നമുക്കൊരു ഗെയിം കളിക്കാം, എന്റെ അടുത്ത് വന്നിരിക്കെ. ഇവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കെ. ഇവിടെ ആരെ വേണമെങ്കിലും സംശയിക്കാം. ഇവിടെ നീ ആരെയായിരിക്കും സംശയിക്കുക? അവള് വേഗം കിസ് ചെയ്ത് ഈ സ്റ്റേഷനിൽ ഇറങ്ങി എന്റെ കൂടെ ഒരു കോഫി കുടിക്കേ എന്ന് നിർബന്ധിക്കുന്നു. ഒരുത്തൻ ആ സ്റ്റേഷനിൽ ഇറങ്ങി സംശയാസ്പദമായി തോന്നുന്നു. അവനെ വാച്ച് ചെയ്യണം. ഇവളെയെങ്കിലും ആ ട്രെയിനിൽ നിന്ന് രക്ഷിക്കാം എന്ന് വിചാരിച്ച് അവളെ കിസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യുന്നു. അവളും സമ്മതിച്ച് ഒരു കോഫി കുടിക്കാനായി ഇറങ്ങി. ഹീറോ ആ സംശയം തോന്നുന്നയാളെ പിന്തുടർന്ന് പോയി ചോദ്യം ചെയ്യുന്നു. അയാളുടെ ഷൂട്ട് കേസിൽ ഫോൺ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അയാളുടെ കയ്യിൽ ഫോണില്ല. ഇവർ രണ്ടുപേരും അവിടെ വെച്ച് അടിയാവുന്നു. അതിൽ രണ്ടാളും ട്രെയിൻ പാലത്തിൽ വീണ് പാളത്തിലൂടെ വന്ന ട്രെയിൻ ഇവർക്ക് മേലെ കയറി ഹീറോ മരിക്കുന്നു. വീണ്ടും ആ ഇരുട്ടിനുള്ളിൽ ഉണരുന്നു. ഇത്തവണ ട്രെയിനിനുള്ളിൽ പോകാനുള്ള സിവിക്കൻസ് പറഞ്ഞ മൈൻഡ് കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഹീറോ കേൾക്കുന്നത് പോലുമില്ല. അവിടെ ചുറ്റിലും തല്ലി തകർക്കുന്നു. അതുമൂലം എയർ സപ്ലൈ ഇല്ലാതാകുന്നു. അവിടെയൊക്കെ കൂളാവുന്നു. മഞ്ഞു പെയ്യാൻ ആരംഭിക്കുന്നു. തെറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ശരിയാക്കാൻ നോക്കുന്നു. ആർമി ലേഡി വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. തന്റെ മുകളിലുള്ള ബോസ് ആണ് സംസാരിക്കുന്നത്. ഹീറോ, ഇവിടെ നടക്കുന്നത് എന്താ എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ബോസ്, നീയുള്ള മിഷന്റെ പേര് സോഴ്സ് കോഡ്. ഈ ബോസ് ആണ് ഈ സോഴ്സ് കോഡ് എന്ന ടെക്നോളജി കണ്ടുപിടിച്ചത്. ഇതുമൂലം എന്തു ചെയ്യാൻ കഴിയും? എന്നാൽ ഒരാൾ മരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടെങ്കിൽ അവൻ മരിക്കുന്നതിന് മുൻപായി അവന്റെ തലച്ചോറിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഡയറക്റ്റായി പോയി അവിടെ നിന്നും കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഒരു ഗെയിം പോലെ രൂപീകരിക്കാൻ കഴിയും. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, അപ്പൊ ഉണ്ടായിരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് കണ്ടതുപോലെ കണക്ട് ചെയ്യുന്നതാണ് സോഴ്സ് കോഡ് പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഷാൻ എന്ന പയ്യൻ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അവൻ മരിച്ചു. അവൻ കോമ സ്റ്റേജിൽ എത്തിയ അവസ്ഥയിലായിരുന്നു. അവന്റെ തലച്ചോറിനെ നിന്റെ തലച്ചോറുമായി കണക്ട് ചെയ്ത് ആ മിഷനിൽ നിന്നെ ഉൾപ്പെടുത്തി. അവന്റെ ബോഡിയിലാണ് നീ ഉള്ളത്. ആ പ്രോഗ്രാമിലാണ് നീ ഉള്ളത്. വെളിയിൽ ഞങ്ങൾ ഉള്ള ഈ ലോകം ഇതാണ് ശരിക്കുള്ള ലോകം. നീ ഉള്ളത് പബ്ജി ഗെയിം പോലെ ഒരു സോഴ്സ് കോഡ്. അവിടെയുള്ള കൊലകളെല്ലാം ചെയ്യുന്നതാര്, ആ ബോംബ് പൊട്ടിക്കുന്നതാര് എന്ന് കണ്ടുപിടിക്കുന്നതാണ് നിന്റെ ജോലി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹീറോ വീണ്ടും ചോദിക്കെ. നീ ഒരു പാരലൽ റിയാലിറ്റി എന്ന് വിചാരിച്ചോ? നമുക്ക് ഒരു ട്രിപ്പിൽ പരിണാമം മാത്രമേ അറിയുള്ളൂ. നീളം, അകലം, ഉയരം, ഇത് മൂന്നും കൂടാതെ നാലാമതായി ഒരു പരിണാമം ഉണ്ട്, കാലപരിണാമം. എങ്ങനെ നീളം, അകലം, ഉയരം എന്നിവ കാണാൻ കഴിയുന്നു, അതേപോലെ കാലത്തെയും കാണാൻ കഴിയും. വിരൽ ഞൊടിക്കുന്ന സെക്കൻഡിൽ നടക്കുന്ന ഇതൊരു റിയാലിറ്റി. ഇതേപോലെ പാരലലായി വേറൊരു ലോകമുണ്ടാകും. അവിടെ നമ്മളെ പോലെ തന്നെയുള്ളവർ ഉണ്ടാകും. ഇവിടെ നടക്കുന്ന അതേ കാര്യങ്ങൾ ആ ലോകത്തും നടക്കും. എന്നാൽ ഒരു സെക്കൻഡ് ഡിലേ ആയിരിക്കും നടക്കുന്നത്. രണ്ടാമത്തെ ലോകം കഴിഞ്ഞ് മൂന്നാമത്തെ ലോകം ഉണ്ടാകും. അവിടെ അതേപോലെ ഒരു സെക്കൻഡ് ഡിലേ ആയി നടക്കാം. ഇതുപോലെ ഒരുപാട് ലോകം ഉണ്ടാകും. ഒരേ ലോകം തന്നെ പാരലലായി ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ റിപ്പീറ്റ് ആയി നടന്നുകൊണ്ടേയിരിക്കും. അതേപോലുള്ള പാരലൽ റിപ്പീറ്റിന് അകത്താണ് നീയുള്ളത്. എങ്ങനെയാ സോഴ്സ് കോഡിനെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ബോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരംഭിക്കുന്നു. മുൻപേ ഏറെക്കുറെ മനസ്സിലായി, ഇപ്പൊ കുറച്ച് മനസ്സിലായി. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ? എനിക്കും ഉണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തത് മതി. വീണ്ടും അവനെ ആ ലോകത്തേക്ക് അയക്കേ എന്ന് പറയുമ്പോൾ വെയിറ്റ്, എന്റെ മുൻപിൽ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ? അവളുടെ ഡീറ്റെയിൽസ് അറിയണം. അവളുടെ പേര് പറയുന്നു. അത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് അവളുടെ വയസ്സ് 28. അവൾ ട്രെയിൻ അപകടത്തിൽ മരിച്ചുപോയി. ഇല്ല, അതിന് സാധ്യതയില്ല. ആ അപകടത്തിന് മുൻപേ ഞാൻ അവളെ കോഫി കുടിക്കാനായി വെളിയിൽ കൂട്ടിയിട്ട് വന്നു. സോ മരിക്കാൻ സാധ്യതയില്ല. മുൻപേ പറഞ്ഞല്ലോ നീ ഒരു പാരലൽ ലോകത്തിനകത്താണുള്ളതെന്ന്. ഇവിടെ ഞങ്ങളുടെ ലോകത്ത്
ആ കാര്യങ്ങളൊന്നും നടന്നതുപോലെ ഇല്ല. നീ പറഞ്ഞ പെൺകുട്ടി മരിച്ചുപോയി, നീ രക്ഷിച്ചു എന്ന് പറഞ്ഞതെല്ലാം ആ സോഴ്സ് കോഡിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് ബോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തടുത്ത ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മുൻപ് ഇതിനു പിന്നിൽ ആരെന്ന് കണ്ടെത്തണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാതെ വേഗം പോ എന്ന് പറയുമ്പോൾ അവൻ സീരിയസ് ആയി ഇപ്പോഴാണ് പോകുന്നത്. മുൻപ് നടക്കുന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യുന്നു. ട്രെയിൻ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ. മുകളിലേക്ക് കയറിപ്പോയി സെക്യൂരിറ്റി റൂമിലേക്ക് പോയി. അവിടെ ഒരു ഗൺ ഉണ്ടാകും, അതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. കൊലകാരനെ കണ്ടാൽ ഷൂട്ട് ചെയ്യാനായി ഒരു സേഫ്റ്റിക്ക്. അപ്പോഴേക്കും സെക്യൂരിറ്റി ആളുകളെല്ലാം വന്ന് അവനെ കെട്ടിയിടുന്നു. ആ സമയം ഹീറോ, എനിക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോഴേക്കും ബോംബ് പൊട്ടുന്നു, എല്ലാവരും മരിക്കുന്നു. വീണ്ടും ഹീറോ ആ ലോകത്തേക്ക് പോയി വീണ്ടും തിരിച്ച് ഇതേ ലോകത്തേക്ക് വരുന്നു. അതേ കാര്യങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും നടക്കുന്നു. താടിയെല്ലാം വെച്ച ഒരു മുസ്ലിമുകാരനെ ഇത്തവണ അദ്ദേഹത്തെ സംശയിക്കുന്നു. അവന്റെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ അവന്റെ ബാഗിൽ ബോംബ് വയ്ക്കാൻ ആവശ്യമായ സ്ക്രൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവന്റെ ബാഗിനെ പിടിച്ചു വലിച്ചു തിരയുന്നു. പാവം മനുഷ്യൻ പേടിച്ച് മാറിയിരിക്കുന്നു. ബാഗിൽ ഒന്നും തന്നെ ഇല്ലാതെ. തിരിച്ച് ഹീറോ ഒരു സോറി പോലും പറയുന്നില്ല. ഹീറോയ്ക്ക് ബോംബ് കണ്ടുപിടിക്കുന്നത് മാത്രമാണ് വലിയ ടെൻഷൻ. അതിൽ അവന്റെ ബിഹേവിയർ തന്നെ മോശമായിരിക്കുന്നു. ഇതെല്ലാം ഒരു ലേഡി കണ്ടുകൊണ്ടിരിക്കെ അവരുടെ കയ്യിലാണ് ആ മിലിറ്ററി ലോഗോ വെച്ച ബാഗ് കാണുന്നത്. അവരോട് ഹെൽപ്പ് ചോദിച്ചു പോകുമ്പോൾ നീ താഴെ ആ പയ്യനോട് പെരുമാറിയത് ഒട്ടും ശരിയല്ല, വളരെ മോശമായിരിക്കുന്നു. ശരി ശരി, ഞാൻ ചെയ്തതെല്ലാം തെറ്റ്, എന്നോട് ക്ഷമിക്കൂ. ആ ലേഡിയുടെ മൊബൈൽ വാങ്ങിച്ച് ആർമി യൂണിറ്റിലേക്ക് കോൾ ചെയ്ത് ബോസിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ കണക്ട് ചെയ്യാം എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഹീറോയിൻ വരുന്നു. അവളോട് ഹീറോ അവന്റെ ശരിക്കുള്ള പേര് പറഞ്ഞ് പൈലറ്റ് ആണ്, ഈ വ്യക്തിയെ കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അവളും പറ്റാവുന്ന രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഹീറോയോട് പറയുന്നു, നീ പറഞ്ഞ ആ ഫ്രണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന അദ്ദേഹം അപകടത്തിൽ മരിച്ചുപോയി. ഇല്ലില്ല, നീ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ തെറ്റാണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ, അവന്റെ അച്ഛന്റെ പേര് ഇതല്ലേ എന്ന് ചോദിച്ച് ഹീറോയുടെ അച്ഛന്റെ പേര് കറക്റ്റ് ആയി പറയുമ്പോൾ ഹീറോയ്ക്ക് ഷോക്ക്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് പഴയ കാര്യങ്ങൾ ചെറുതായി ഓർമ്മ വരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നടന്ന അപകടത്തിൽ ഒരുപാട് പേര് ഇവരുടെ വിമാനത്തെ ഷൂട്ട് ചെയ്തതിലാണ് ഹീറോ മരിച്ചു പോകുന്നത്. ട്രെയിനിൽ സ്ഫോടനം നടക്കുന്നു. വീണ്ടും ഹീറോ ഇരുട്ടിൽ ഉണർന്നതും ആദ്യം ചോദിക്കുന്നത് അപകടത്തിൽ ഞാൻ മരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ആർമി ലേഡി, അറിയില്ല, ഞാൻ മരിച്ചു പോയതിന് എന്റെ അച്ഛന് നിങ്ങൾ മെഡലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് സത്യമാണോ ചോദിക്കെ. അനാവശ്യമായി ഓരോന്ന് സംസാരിക്കാതെ മിഷൻ അകത്തേക്ക് വാ എന്ന് പറയുന്നു. ഹീറോ കേൾക്കുന്നത് പോലെ ഇല്ല. വേറെ വഴിയില്ലാതെ ആർമി ലേഡി സത്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ ഹീറോ മരിക്കുന്ന നിലയിലെത്തി, അതായത് കോമ സ്റ്റേജിലേക്ക് എത്തി. എന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അപ്രൂവോടെ നിങ്ങളുടെ ഈ തലച്ചോറിന് ഞങ്ങൾ പരീക്ഷണത്തിനായി യൂസ് ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ പോലെ നിങ്ങളുടെ പഴയ ഓർമ്മകളെ എല്ലാം ഇല്ലാതാക്കി ഇപ്പൊ ഞങ്ങൾ ആരുടെ തലച്ചോറ് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമോ അവരുടെ അടുത്ത് കണക്ട് ചെയ്യും. അവരുടെ ഓർമ്മകളെല്ലാം നിങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അവരും മരിക്കുന്നതിനു മുൻപ് എന്തൊക്കെ നടന്നോ അതൊക്കെ നിന്റെ ഓർമ്മയിൽ വരും. ആ നിന്നെ വെച്ചാണ് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ മിഷൻ എല്ലാം നടത്തുന്നത് എന്ന് ബോസ് പറയുന്നു. എന്നാൽ ഹീറോ സമ്മതിക്കുന്നത് പോലെ ഇല്ല. ഇത് ശരിക്കും ഒരു പ്രൗഡായ കാര്യമാണ്. എത്ര മിലിറ്ററി ഓഫീസേഴ്സ് ഇങ്ങനെയൊരു മിഷന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നറിയാമോ? കോമയിലുള്ളവർ കോമയിലല്ലാതെ ഇങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നാട്ടിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്ന് അഭിമാനിക്കുന്നു. അതുപോലെ എന്താ നിനക്ക് വിചാരിച്ചൂടെ എന്ന് ബോസ് ചോദിക്കേ. അത് നിങ്ങൾ പറയണ്ട, മുൻപേ ഞാൻ ഈ നാടിനു വേണ്ടി മരിച്ചു, ആ സർവീസ് പോരെ എന്ന് ഹീറോ ചോദിക്കെ. ബോസിന് തിരിച്ച് എന്തു പറയണം എന്ന് അറിയുന്നില്ല. ഓക്കെ, ഇതാണ് ഈ മിഷനിലെ ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇതിൽ ആ സ്ഫോടനം നടക്കാതെ തടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആ ബോംബ് പൊട്ടിയത് പൊട്ടി. കഴിഞ്ഞ കാലത്തിൽ നടന്നത് നടന്നു. എന്നാൽ ഇതാര് വെച്ചു, ഇതിനടുത്തത് ബോംബ് എവിടെ വെക്കാൻ പോകുന്നു എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂ എങ്കിലും ഞങ്ങൾക്ക് തരണം. അതിനുശേഷം നീ വിചാരിക്കുന്നത് പോലെ നിന്നെ ഞങ്ങൾ വിടാം. നീ നാച്ചുറലായി ഈ റിയൽ ടൈമിൽ തന്നെ മരിച്ചു പോകും. അത് ഞാൻ നിനക്കായി ചെയ്യാം എന്ന് ബോസ് വാക്കു കൊടുക്കുന്നു. ഹീറോ ട്രെയിനിൽ ഉണരുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ ബോംബുമായി കണക്ട് ചെയ്ത മൊബൈൽ അതെടുത്ത് കോൾ ഹിസ്റ്ററി നോക്കി അതിൽ ആർക്കെങ്കിലും കോൾ ചെയ്താൽ ആര് കോൾ എടുക്കുന്നു അവനാണ് ആ ബോംബർ എന്ന് ഒരു ഉറപ്പിലേക്ക് വരുന്നു. ഹീറോ കോൾ ചെയ്യുമ്പോൾ മുൻപേ ഇവൻ സംശയകരമായി ഒരു മുസ്ലിമുകാരനെ അടിച്ചില്ലേ, അവന് തന്നെ കോള് പോകുന്നു. എങ്ങനെ ഇവന് കോള് പോകും എന്ന് സംശയിക്കുന്നു. കയ്യിൽ ഒരു ഗണ്ണെടുത്ത് അവന്റെ നേരെ വെച്ച് ഫോൺ പിടിച്ചു വാങ്ങി, നീയല്ലേ ആ ബോംബർ, അടുത്ത ബോംബ് എവിടെ വെച്ചിരിക്കുന്നു പറയ് എന്ന് വിരട്ടുന്നു. ഞാനൊന്നും ചെയ്തില്ല, നീ വേണമെങ്കിൽ കോൾ ചെയ്ത് നോക്ക്. മുൻപ് ഞാൻ എന്റെ വൈഫിനോടായിരുന്നു സംസാരിച്ചത്. ഫോണിൽ കോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് സത്യം തന്നെ. സോറി പറഞ്ഞ് താഴെ ഇറങ്ങുന്നു. വീണ്ടും അതേപോലെ ഒരാളുടെ പേഴ്സ് താഴെ വീഴുന്നു. ഒരു പയ്യൻ എടുത്തു കൊടുക്കുന്നു.
പോകുന്നു. എന്നാൽ പേഴ്സ് എടുത്ത് അടുത്ത കോച്ചിൽ പോയി അവൻ ആ പേഴ്സ് ആ കോച്ചിൽ ഇട്ടിട്ട് വരുന്നു. എന്താ ഇവൻ തന്നെ വോളണ്ടിയർ ആയി പോയി അവിടെ പോയി ഇട്ടിട്ട് വരുന്നു എന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ട്രെയിൻ എടുക്കുന്നു. ആ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഹീറോ ചാടി ഇറങ്ങി ഇവനെ പിടിക്കാനായി പോകുന്നു. അവനൊരു വെള്ള കളർ വാനിൽ കയറാൻ നിൽക്കുമ്പോൾ പിടിച്ചു വലിച്ച് ഞാനൊരു പോലീസ്, ഈ വാനിൽ എന്താണുള്ളത് കാണിക്കുക എന്ന് പറഞ്ഞ് വാൻ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ബോംബ്സ് വലിയ രീതിയിൽ സെറ്റ് ചെയ്യാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 50 ലക്ഷത്തോളം ആളുകളെ കൊല്ലാനുള്ള ബോംബ്സ്. എന്നാൽ കുറച്ചു നേരത്തിന് മുൻപ് ഹീറോ താഴെ വീഴുന്നത് ഹീറോയിൻ കണ്ടിട്ടുണ്ടാവും. അവൾ വേഗം ട്രെയിൻ നിർത്തി ഇറങ്ങി വരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അവൾ ശബ്ദമുണ്ടാക്കിയതും ആ ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു സെക്കൻഡ് ഹീറോയുടെ മൈൻഡ് ഡൈവേർട്ടായ ആ നിമിഷം, ആ സമയം ഹീറോയെയും ഹീറോയിനെയും ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ സൈഡ് ട്രെയിൻ കാണിക്കുന്നു. ആ ബാത്റൂമിന് മേലെ ആ ബാഗ് ഉണ്ടായിരുന്നില്ലേ, അതിലെ ഓൾറെഡി ഹീറോ മൊബൈൽ എടുത്തിട്ട് വന്നുവല്ലോ, ബോംബ് പൊട്ടത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അതേ ബാഗിൽ ഇനിയൊരു സൈഡ് ഇനിയൊരു മൊബൈലിനെയും സേഫ്റ്റിക്കായി കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഈ വാനുകാരൻ കോൾ ചെയ്തതും ആ കോൾ റിസീവായി ബോംബ് സ്ഫോടനം നടക്കുന്നു. എല്ലാവരും മരിക്കുന്നു. ഹീറോ വീണ്ടും ഇരുട്ടിൽ ഉണരുന്നു. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ബോംബറിനെ ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ അടയാളങ്ങളും കഴുത്തിലുണ്ടായിരുന്ന ID കാർഡ് നമ്പർ, വാൻ നമ്പർ മുതൽ എല്ലാം പറയുന്നു. ബോംബറിനെ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കുന്നു. ആർമി ലേഡിക്കും ബോസിനും വളരെ സന്തോഷം, താങ്ക്സ് എന്നൊക്കെ പറയുന്നു. നമ്മൾ സംസാരിച്ച ഒരു ഡീൽ ഉണ്ടല്ലോ എന്ന് ഹീറോ ചോദിക്കെ, അതെ ഞാൻ നിന്നെ കൊല്ലണം എന്ന് വിചാരിക്കുന്നു. ശരി ഞാൻ ചെയ്യാം, എന്നിരുന്നാലും നിനക്ക് ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ, ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടാവില്ലേ എന്ന് ബോസ് ചോദിക്കെ, അതുണ്ട്, ഞാൻ ആ മിഷൻ വീണ്ടും പോകണം, എനിക്ക് ബോംബ് തടുത്തു നിർത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം 2 മാസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഇപ്പോൾ പോയി എന്തു ചെയ്യാൻ കഴിയും? അറ്റ്ലീസ്റ്റ് എന്റെ സമാധാനത്തിലെങ്കിലും അയച്ചു വിടാമോ എന്ന് ഹീറോ പറയേ, ഓക്കെ എന്തു ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രസന്റിൽ ഒരു സ്ഥലത്ത് വാൻ കാണിക്കുന്നു. പോലീസുകാരുടെ പടയോടെ ഹെലികോപ്റ്റർ വെച്ച് തേടി കണ്ടുപിടിച്ച് വാൻ ബോംബോടെ അവനെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർ ചെയ്യുന്ന ഈ പരീക്ഷണം, അതായത് സോഴ്സ് കോഡ് എന്നത് വലിയ രീതിയിൽ സക്സസ് ആകുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. ആർമി ലേഡി ഹീറോയ്ക്ക് കോൾ ചെയ്ത് ഒരുപാട് താങ്ക്സ്, നിങ്ങളില്ലെങ്കിൽ ഇത് സാധ്യമാകില്ല. എന്റെ ഡീൽ എന്തായി? എന്തായാലും നിങ്ങളുടെ ബോസ് എന്നെ ഇനിയൊരു തവണ അകത്തേക്ക് വിടില്ല അല്ലേ? മരിക്കാൻ പോകുന്നവന്റെ അവസാന ആഗ്രഹമായി എന്നെ ഇനിയൊരു തവണ കൂടെ അതിനുള്ളിൽ അയക്കാമോ എന്ന് ചോദിക്കുന്നു ഹീറോ. ഈ ആർമി ലേഡി ബോസിനെ അറിയാതെ കൂടെയുള്ള അസിസ്റ്റന്റിനെ ചായ കുടിക്കാനായി പുറത്തേക്ക് അയച്ച ശേഷം വീണ്ടും ആ മിഷനകത്തേക്ക് ഹീറോയെ അയക്കുന്നു. ഇത് നോക്ക്, ഇതാണ് നിന്റെ അവസാനത്തെ പ്രോഗ്രാം. വെറുതെ വീണ്ടും വീണ്ടും ഇതിനകത്ത് അയക്കാൻ കഴിയില്ല. ഇതിലെ ആ 8 മിനിറ്റുകളാണ് നിന്റെ അവസാനത്തെ 8 മിനിറ്റുകൾ. നീ സോഴ്സ് കോഡിനകത്ത് പോയതിനു ശേഷം ആ 8 മിനിറ്റ് കഴിഞ്ഞ് അതേ സമയം ഇവിടെ നിന്റെ ബോഡി ലൈഫ് സപ്പോർട്ട് കൊടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. മൈൻഡ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടാകും. ലൈഫ് സപ്പോർട്ടിനെ നിർത്തും, നീ മരിക്കും. ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് ഹീറോ വീണ്ടും ആ ട്രെയിനിനകത്തേക്ക് പോകുന്നു. ഹീറോയിനോട് നല്ല റൊമാൻസ് ആയി സംസാരിക്കുന്നു. നമുക്ക് കോഫി കുടിക്കാം, ഡേറ്റിംഗ് പോകാം എന്നൊക്കെ. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി ആ ബോംബ് വെച്ച ബാഗിന്റെ അവിടെ നോക്കുന്നു, ഇനിയൊരു മൊബൈൽ ഉണ്ടോ എന്ന്. അതേപോലെ ഇനിയൊരു മൊബൈൽ. 2 റിസീവറെയും കട്ട് ചെയ്യുന്നു. ബോംബ് സ്ഫോടനം നടക്കാൻ സാധ്യതയില്ല. ടിക്കറ്റ് ചെക്കർ വരുന്നു. അയാളെ തള്ളിവിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൈവിലങ്ങുകൾ അറിയാതെ എടുക്കുന്നു. പേഴ്സ് താഴെയിട്ട ബോംബ് സ്ഫോടനം നടത്തിയ ശരിക്കുള്ള കൊലകാരൻ അയാളെ വിലങ്ങിട്ട് ഒരു കമ്പിയിൽ കെട്ടിയിടുന്നു. അവന്റെ കയ്യിലുള്ള വേറെ ഫോൺ എടുത്ത് പോലീസിനും കോൾ ചെയ്ത്, ഞാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഇങ്ങനെ ഒരു നമ്പറിലുള്ള വൈറ്റ് വാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പ്ലേസിൽ നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ട്രെയിനിൻ അകത്ത് ചങ്ങലകളാൽ കെട്ടപ്പെട്ട നിലയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച്, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ബോംബ് വെച്ചു എന്ന് ചോദിക്കുക. അവരോട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതും ബോംബ് വെച്ചിരിക്കുന്നത് ശരിക്കുള്ള കാര്യം തന്നെ, എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു സൈക്കോ അതുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നു. ഇത് ആരുടെ ഫോണിൽ സംസാരിക്കുന്നു? ആ ബോംബ് വെച്ചവന്റെ ഫോണിൽ. ബോംബ് വെച്ചതിനൊപ്പം 2 ഫോൺ ഉണ്ടായിരുന്നു. ഇവന്റെ പേഴ്സിൽ പേഴ്സണലായ ഒരു ഫോൺ ഉണ്ട്. ഇപ്പോൾ ഹീറോ സംസാരിക്കുന്നത് ബോംബ് വെച്ച 2 ഫോണിലെ ഒരു ഫോണിൽ നിന്നും. സംസാരിച്ച ഫോൺ അവന്റെ അടുത്തു നിന്നും കുറച്ച് നീക്കി വെച്ച് കൊലകാരന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ ഫോണ് ഞാൻ കുറച്ചു നേരത്തിന് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എടുത്തോണ്ട്
പോകുന്നു. ഫോൺ എടുത്ത് ആർമി ലേഡിക്ക് അവരുടെ മെയിലിലേക്ക് ഒരു മെയിൽ അയക്കുന്നു. അതേ ഫോണിൽ നിന്ന് ഹീറോയുടെ അച്ഛനെയും കോൾ ചെയ്ത് തന്റെ മകനാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. മരിച്ചെന്ന് പറഞ്ഞ് അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, മരിച്ചവന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അവസാനമായി അച്ഛന്റെ വാക്കുകൾ കേട്ട് കോൾ കട്ട് ചെയ്യുന്നു. അതേസമയം ഇവിടെ ആ 8 മിനിറ്റ് കഴിയെ നമ്മുടെ ആർമി ലേഡി തലച്ചോറ് ഒഴികെ ബാക്കി 3/4 ഭാഗവും ഇല്ലാതായ ഹീറോയുടെ ബോഡി ഫസ്റ്റ് ടൈം കാണിക്കുന്നു. നമ്മുടെ ഹീറോയുടെ നെഞ്ചിന് താഴെ ഒരു ഭാഗവും ഇല്ല, അപകടത്തിൽ കരിഞ്ഞു പോയിരിക്കുന്നു. ഹൃദയവും മുഖവും മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയുള്ള ആ ബോഡി വെച്ചാണ് ഈ റിസർച്ച് ചെയ്ത് സോഴ്സ് കോഡ് മൂലം അടുത്തു നടക്കാൻ പോകുന്ന അപകടങ്ങളെ അറിഞ്ഞ് തടുത്തിരിക്കുന്നു ഈ ആർമി ടീം. അതേസമയം റിയാലിറ്റിയിൽ ആർമി ലേഡി ഹീറോയെ വീണ്ടും ആ പ്രോഗ്രാമിലേക്ക് വിട്ടത് അസിസ്റ്റന്റ് ബോസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ബോസ്, ആർമി ലേഡി എവിടെ എന്ന് നോക്കിയാൽ പലതവണ മരിച്ചുപോയ നമ്മുടെ ഹീറോയുടെ മൈൻഡ് ഇല്ലാതാക്കി ലൈഫ് സപ്പോർട്ട് നിർത്തി ഹീറോ വിചാരിച്ച പോലെ അവനെ മരിക്കാൻ വിടാം. അതിനായി ലേഡി തയ്യാറെടുക്കുമ്പോൾ ബോസ് വന്ന് തടുക്കുന്നു. മുൻപ് ഹീറോയോട് ആർമി ലേഡി സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, ഇതിനുശേഷം നിന്നെ വേറെ മിഷനിലേക്ക് യൂസ് ചെയ്യില്ല, നീ വിചാരിച്ച പോലെ മരിക്കാൻ വിടാം, ആ ലൈഫ് സപ്പോർട്ടിനെ നിർത്താം എന്ന്. അതെല്ലാം നുണ. എന്നാൽ ഈ സോഴ്സ് കോഡ് ഇനിയൊരു ബോഡി വെച്ച് ഇതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഇവന്റെ ബോഡിയിൽ ഇവന്റെ മൈൻഡ് ഇങ്ങനെയൊരു എൻവയോൺമെന്റിൽ മാത്രമേ ഈ മിഷൻ വർക്ക് ചെയ്യുള്ളൂ എന്നാണെങ്കിലോ? ഞാൻ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവനെ തന്നെ അടുത്ത മിഷനിലും യൂസ് ചെയ്യാം. ഇവന്റെ ഇപ്പോഴുള്ള മെമ്മറി ഡിലീറ്റ് ചെയ്ത് ഇനിയൊരു പുതിയ മിഷനെ കുറിച്ച് ഡീറ്റെയിൽസ് പാസ് ചെയ്ത് അടുത്തൊരു മിഷനിലേക്ക് അയക്കാം എന്ന് ബോസ് ആർമി ലേഡിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ ട്രെയിനിൽ ഹീറോ ഹീറോയിൻ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് 8 മിനിറ്റ് കഴിയുന്ന ആ സമയം ബോസിന്റെ വിരട്ടലൊന്നും കണക്കിലെടുക്കാതെ ആർമി ലേഡി ഹീറോയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വെളിയിൽ നിന്ന് ബോസ് എത്ര സൗണ്ട് ഉണ്ടാക്കിയിട്ടും ജോലി പോയാലും പോട്ടെ എന്ന് പറഞ്ഞ് ആർമി ലേഡി ഹീറോയുടെ ലൈഫ് സപ്പോർട്ട് കട്ട് ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതൊരു റിയാലിറ്റി, അതൊരു ലോകം. ഇനിയൊരു ലോകത്ത് കറക്റ്റ് ആയിട്ട് 8 മിനിറ്റ് കഴിഞ്ഞ് ആ ട്രെയിൻ അപകടം നടന്നിരിക്കണം. എന്നാൽ അത് നടക്കുന്നില്ല. സമയം കഴിഞ്ഞും അവിടെ റിയാലിറ്റി കണ്ടിന്യൂ ആവുന്നു. ഹീറോ ഹീറോയിൻ ഹാപ്പി ആയിരിക്കുന്നു. അടുത്തത് എവിടെ പോകാം? ബീച്ചിൽ പോവാം, പാർക്കിൽ പോകാം എന്നൊക്കെ സംസാരിക്കുന്നു. ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒറിജിനൽ ലോകം അത് നിങ്ങൾ മറന്നേക്കും. അത് നടന്നു കഴിഞ്ഞു. ഇത് വേറെ ലോകം. ഇവിടെ ഷാനിന്റെ ബോഡിയിൽ തന്നെ ഹീറോ തുടരുന്നു. ഹീറോ അച്ഛനോട് സംസാരിക്കുന്നതിന് മുൻപ് ആർമി ലേഡിക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് ഇപ്പോൾ ആർമി ലേഡിക്ക് റിസീവ് ആകുന്നു. ആ വാനും ബോംബും പിടികൂടുന്ന ആ ദിവസമാണ് ഇത് ഡെലിവറി ആകുന്നത്. ആർമി ലേഡിയെ സംബന്ധിച്ച് ഇതുവരെ നടന്നതൊന്നും ഓർമ്മയിലില്ല. ഹീറോയെ കണ്ടിട്ടില്ല. അവർക്ക് ഹീറോയുടെ അടുത്തു നിന്നും ഒരു മെസ്സേജ് പോകുന്നു. ഈ മെസ്സേജ് വായിക്കുന്നുണ്ടെങ്കിൽ ആ കൊലകാരനെ, ആ സ്ഫോടനം നടത്തിയ ആളെ സക്സസ്ഫുൾ ആയി പിടിച്ചു എന്നർത്ഥം. നിങ്ങളുടെ സോഴ്സ് കോഡ് വെച്ച് എന്നെ ടെസ്റ്റ് ചെയ്ത മിഷൻ എല്ലാം ക്ലിയർ ആയി നടന്നു. 2 മാസത്തിന് മുൻപ് എന്നെ അയച്ച ആ മിഷൻ സക്സസ്ഫുൾ ആയി നടത്തി. നിങ്ങൾ വിചാരിച്ചു മരിച്ച ഒരാളുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് എന്നെ ആക്ടിവേറ്റ് ചെയ്തെന്ന്. എന്നാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങൾ ഒരു പാരലൽ ലോകത്തെ രൂപപ്പെടുത്തി. ആ ലോകത്തിൽ ഞാനും എന്റെ കാമുകിയും ഹാപ്പി ആയി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സ്റ്റോറി അവസാനിക്കുന്നു. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മരിച്ചുപോയ ഒരാളുടെ മൈൻഡിനകത്ത് പോയി അവസാന കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായി വിചാരിച്ചത് ഒന്ന്. ഇനിയൊന്ന്, അതിനപ്പുറം പാരലൽ റിയാലിറ്റി, അടുത്ത് ഇനിയൊരു ലോകം, അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗെയിം കളിക്കുന്നത് പോലെ, മരിച്ചാലും ജീവിച്ചാലും ഗെയിമിന് അകത്തുള്ളത് പോലെ റിയാലിറ്റിയെ എഫക്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഇതെല്ലാം റിയാലിറ്റിയെ എഫക്ട് ചെയ്തു. പാരലലായി ഇനിയൊരു ലോകത്തെ തന്നെ രൂപപ്പെടുത്തി. അതിൽ ഹീറോയും ഹീറോയിനും സന്തോഷമായി ഇരിക്കുന്നു. ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. അടുത്ത നല്ല മൂവിയായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.